റാട്ടാറിന്റെ വില്ലേജ് ഹബ്ബ് അതിന്റെ റാട്ടാർ ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിന്റെ ഒരു ഫിസിക്കൽ മോഡാണ് ഈ വില്ലേജ് ഹബ്ബിൽ കൂടെ നടക്കുന്നത്. ഫിസിക്കൽ മോഡ് അതിന്റെ ഡിജിറ്റൽ മോഡ് എന്ന് പറയുന്നത് റാട്ടാർ ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ ഗൂഗിൾ പ്ലേയിൽ നിന്നും iOS ആപ്പ് സ്റ്റോറിൽ നിന്നും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷന് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഫാമിന്റെ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷന് ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷിക്ക് എന്തൊക്കെയാണ് നിങ്ങളൊരു ഫാമിൽ ചെയ്യുന്നത്, എന്തൊക്കെ ക്രോപ്സ് അവിടെ ഉണ്ട്, ഏതൊക്കെയുണ്ട്, എനിക്ക് റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കമുകുണ്ട്, ഇങ്ങനെയുള്ള മറ്റ് ക്രോപ്പുകൾ എത്ര ഉണ്ട്, എത്ര വർഷമായതാണ്, അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തരും. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, എന്ത് വളമാണ് ഇടേണ്ടത്, എന്താണ് ഇപ്പം pH. അപ്പോൾ നിങ്ങളെ സോയിൽ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ പാർട്ണർ എക്കോ സിസ്റ്റം, ചിലപ്പോൾ കോളേജിലെ സ്റ്റുഡൻസ് ആയിരിക്കും വന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ വില്ലേജ് ഹബിന്റെ ഓണേഴ്സ് ആയിരിക്കും വന്ന് ചെയ്യുന്നത്. അവർ വന്ന് നിങ്ങൾക്ക് സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് സോയിൽ ടെസ്റ്റ് നടത്തി അതിനുള്ള റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ കാണിച്ചു തരും. അത് 1-2 പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ അത് വളരെ ഈസി ആയിട്ട് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാനായിട്ട്. ഒരു വളമിടുന്നതിന് മുമ്പ് എന്താണ് ഞാൻ അടുത്ത ചെയ്യേണ്ടത്, വൈകിട്ടായിരുന്നു ഒരു 5 മിനിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള സജഷൻസ് ഉൾപ്പെടെ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃഷിയുടെ പരിപാലനം ആയിക്കോട്ടെ, കൃഷിയുടെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അഡ്വൈസറീസും, അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചുള്ള അഡ്വൈസറി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും എല്ലാ മേഖലകളും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷിയെ ഒരു ലാഭകരമാക്കി മാറ്റുക എന്നുള്ളതാണ് റാട്ടാർ വില്ലേജ് ഹബ്ബിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. റാട്ടാറിന്റെ വില്ലേജ് ഹബ്ബ് അതിന്റെ റാട്ടാർ ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിന്റെ ഒരു ഫിസിക്കൽ മോഡാണ് ഈ വില്ലേജ് ഹബ്ബിൽ കൂടെ നടക്കുന്നത്. ഫിസിക്കൽ മോഡ് അതിന്റെ ഒരു ഡിജിറ്റൽ മോഡ് എന്ന് പറയുന്നത് റാട്ടാർ ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ ഗൂഗിൾ പ്ലേയിൽ നിന്നും iOS ആപ്പ് സ്റ്റോറിൽ നിന്നും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷന് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഫാമിന്റെ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷന് ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷിക്ക് എന്തൊക്കെയാണ് നിങ്ങളൊരു ഫാമിൽ ചെയ്യുന്നത്, എന്തൊക്കെ ക്രോപ്സ് അവിടെ ഉണ്ട്, ഏതൊക്കെയുണ്ട്, എനിക്ക് റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കമുകുണ്ട്, ഇങ്ങനെയുള്ള മറ്റ് ക്രോപ്പുകൾ എത്ര ഉണ്ട്, എത്ര വർഷമായതാണ്, അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തരും. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, എന്ത് വളമാണ് ഇടേണ്ടത്, എന്താണ് ഇപ്പം pH. അപ്പോൾ നിങ്ങളെ സോയിൽ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ പാർട്ണർ എക്കോ സിസ്റ്റം, ചിലപ്പോൾ കോളേജിലെ സ്റ്റുഡൻസ് ആയിരിക്കും വന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ വില്ലേജ് ഹബിന്റെ ഓണേഴ്സ് ആയിരിക്കും വന്ന് ചെയ്യുന്നത്. അവർ വന്ന് നിങ്ങൾക്ക് സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് സോയിൽ ടെസ്റ്റ് നടത്തി അതിനുള്ള റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ കാണിച്ചു തരും. അത് 1-2 പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ അത് വളരെ ഈസി ആയിട്ട് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാനായിട്ട്. ഒരു വളമിടുന്നതിന് മുമ്പ് എന്താണ് ഞാൻ അടുത്ത ചെയ്യേണ്ടത്, വൈകിട്ടായിരുന്നു ഒരു 5 മിനിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള സജഷൻസ് ഉൾപ്പെടെ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃഷിയുടെ പരിപാലനം ആയിക്കോട്ടെ, കൃഷിയുടെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അഡ്വൈസറീസും